ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓമക്കായൻ്റെ കുറച്ച് വീഡിയോയുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ റെഡ് ലേഡി കായ നിറഞ്ഞിട്ട് കണ്ട് മുറിഞ്ഞ് ചാടി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുക വിചാരിച്ച്. അപ്പോൾ അച്ചാറിട്ടിട്ടുണ്ട്, ഉപ്പിലിട്ടിട്ടുണ്ട്, ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപ്പേരിൻ്റെ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ തൊലിയൊക്കെ ചെത്തി നല്ല വെള്ളം പിന്നെ പോകാൻ വെച്ചതിന് ശേഷം നല്ലൊരു തുണിയിലിട്ട് ഫാൻ്റെ തൊട്ട് കൊടുന്ന വെച്ചാട്ടാ നല്ല വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇത് ഉപ്പേരിക്കുള്ള കേട്ടോ, അതങ്ങനെ തന്നെ. അപ്പോൾ ഒന്ന് ചനച്ചിട്ടുണ്ട്, പിന്നെ പൊളിപ്പിച്ചും ചെയ്തിരുന്നു കേട്ടോ, എല്ലാതും ചെയ്തു. അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ച് വെള്ളമൊക്കെ പോയതിന് ശേഷം മുറിച്ച് വെച്ച് അച്ചാർ മുറിച്ച് വെച്ചാട്ടാ. പിന്നെ കുറച്ച് നീളത്തിൽ മുറിച്ചിട്ട് ഉപ്പിലും ഇട്ട് വെച്ചിട്ടാ. പിന്നെ കുറച്ച് ഉപ്പേരിയും ഉണ്ടാക്കി. പിന്നെ നോമ്പിനായിരുന്നു, അപ്പോൾ നോമ്പിനപ്പോൾ പിന്നെ വല്ലാതെ ഒന്നും കൂട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഉലുവട്ട് കടുകിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഓമക്കായ ഇട്ട് കൊടുത്താൽ. ഈ ഓമക്കായ വെള്ളത്തിൻ്റെ അംശം തീരില്ല കേട്ടോ. പിന്നെ ഓമക്കായ റെഡ് ലേഡിയാണ് കേട്ടോ, നല്ല കടുമുടാനുള്ള നല്ലൊരു ഓമക്കായ ഉണ്ട്. അപ്പോൾ നമ്മൾ പൊളിപ്പിച്ചിട്ടല്ല അധികം കഴിക്കാറ്. അപ്പോൾ അതിമൊന്നും പൊട്ടിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം കായ തിങ്ങിയിട്ട് മുറിഞ്ഞു വീണതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മീഡിയം തീയിലാക്കിയിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഓമക്കായയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാതും കൂടി ഒന്നുകൊണ്ട് യോജിച്ച് വരട്ടെട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്ന് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അച്ചാറും പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഓമക്കായ നമ്മൾ നോമ്പല്ലെങ്കിലൊക്കെ പിന്നെ എല്ലാവർക്കും കുറേയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക ചെയ്യട്ടോ. പിന്നെ ഞാൻ അധികം കുറച്ചൊക്കെ കൊടുത്ത് അങ്ങനെ വല്ലാതെ ആർക്കും കൊണ്ടു കൊടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതാ അച്ചാർ പൊടിയൊക്കെ ഇട്ട് ഇനി ഉപ്പൊക്കെ ഇട്ട് ഇനി ഇതൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണക്കം ഒന്നും മാറി വരട്ടെ. പിന്നെ ഇപ്പോൾ ഓമക്കായ ഒന്നിങ്ങോട്ട് ഇതാവും ചെയ്യട്ടെ, ഒന്നിട്ട് സോഫ്റ്റായി വരും ചെയ്യട്ടെ വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇളക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുളിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പുളി ഒഴിച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇടുന്നത്. പച്ചമുളക് സാധാ അച്ചാറിടുന്ന പോലെ തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഇനി പുളി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. പുളിവെള്ളം തന്നെ കുറച്ചും കൂടി കൊണ്ട് ഒഴിച്ച് കൊടുക്കട്ടെ. പുളിയൊക്കെ പിന്നെ നമ്മളെ ഇഷ്ടത്തിന്. പിന്നെ ഓമക്കായയിൽ പുളി വന്നാൽ ടേസ്റ്റാണ് കേട്ടോ. അച്ചാർ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. നല്ല ഇളക്കാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവണ്ടേ. അപ്പോൾ അത് കാരണം സമയം എടുത്തിട്ട് ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട് ചെയ്തിട്ട്. അങ്ങനെ പിന്നെ ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഒന്നുണ്ട് പുളിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷമാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് കാരണമാണ് തിളച്ചത് കാണാത്തത്. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയൊക്കെ ഒന്നുണ്ട് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കായപ്പൊടി പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നും കൂടി ഒന്നുണ്ട് ഇളക്കി യോജിപ്പിച്ച് ആ സുർക്ക ഒന്നുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. തീ കുറച്ചിട്ടേന്ന് ഇതുവരെ വെച്ചിന് ഇനി തീ കൂട്ടി വെച്ച് കൊടുക്കട്ടോ. ഓമക്കായ നല്ല അങ്ങോട്ട് വെന്തിട്ടൊന്നുമില്ല കേട്ടോ, കടുമുട ഒരു കടിക്കുന്ന സൈസ് ഓമക്കായാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി.